തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ആഘോഷങ്ങൾ തുടരുകയാണ്. ഇന്ദിരാഭവനിലും പിന്നെ കേരളം മുഴുവനുമായിട്ടും ആഘോഷിക്കാൻ വകയുള്ള വിജയം. പക്ഷേ ഇനിയാണ് ശരിക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നത്. മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കണം, മന്ത്രിമാരെ തിരഞ്ഞെടുക്കണം, അങ്ങനെയൊക്കെ കാര്യങ്ങൾ നീങ്ങണം. അത് കഴിഞ്ഞാൽ അതിലും വലിയൊരു വെല്ലുവിളി വരുന്നു. ഖജനാവ് ഏതാണ്ട് കാലിയാക്കിയിട്ടാണ് പഴയ ഗവൺമെൻറ് പിരിഞ്ഞു പോയിരിക്കുന്നത്. അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ മുമ്പിലുള്ള വെല്ലുവിളികൾ, ഈ UDF സഖ്യത്തിൻ്റെ മുമ്പിലുള്ള വെല്ലുവിളി ആദ്യം പറഞ്ഞിട്ട് ഗവൺമെൻറ്റിൻ്റെ വെല്ലുവിളികളിലേക്ക് അല്ല. ഇപ്പോൾ UDFന് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും തീരുമാനിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഘടകകക്ഷികളെ സംബന്ധിച്ച് അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള പണിയല്ല. കാരണം ലീഗിന് മന്ത്രിമാരെ തീരുമാനിക്കാൻ ലീഗിനറിയാം. അതിനകത്ത് വേറെ അവരുടെ വകുപ്പുകൾ ഏകദേശം ധാരണയായതാണ്. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ അങ്ങോട്ട് വച്ചുമാറ്റം ഉണ്ടാകുമോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. പക്ഷെ ലീഗിന്റെ കയ്യിൽ ഇരിക്കുന്ന പ്രധാനപ്പെട്ട വകുപ്പുകളാണ് വ്യവസായം, IT. പറഞ്ഞ ഈ പ്രാവശ്യം മുഖ്യമന്ത്രിയെയും വകുപ്പുകളും അവരുടെ മന്ത്രിമാരെയും അവർ തീരുമാനിച്ചു കഴിഞ്ഞു. അല്ല, അവരെ സംബന്ധിച്ച് അവർക്ക് ആശയക്കുഴപ്പമൊന്നുമില്ല. ഇനി ഘടകകക്ഷികളെ സംബന്ധിച്ചും അവിടെ തർക്കത്തിന്റെ കാര്യം ഉണ്ടാകുന്നില്ല. ജോസഫിനായാലും അവിടെ എല്ലാം ലാസ്റ്റ് വേർഡ് പറയുന്നതിനുള്ള ആളുകളുണ്ട്. ജോസഫിന്റെ കാര്യം സ്ട്രൈക്ക് റേറ്റ് 100% സ്ട്രൈക്ക് റേറ്റ്. ജോസഫ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ത്യാഗം സഹിച്ച ആൾ കൂടിയാണ്. 2 സീറ്റ് കോൺഗ്രസിന് വിട്ടുകൊടുത്തതാണല്ലോ. ജോസ് കെ മാണിക്ക് അതേസമയം 0% സ്ട്രൈക്ക്. 13-0 ഇവിടെ 8-7. അല്ല, അതാണ് അത് ഒരു. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമാണ് ഇതെല്ലാം ഒരു കിറാമുട്ടി എന്ന് പറയുന്ന നിലയിൽ വരുന്നത്. മുഖ്യമന്ത്രി തീരുമാനിക്കൽ തന്നെ ഒരു വലിയ പ്രതിസന്ധിയാണ്. കാരണം കോൺഗ്രസിന് എല്ലായിടത്തും കോൺഗ്രസിനെ അതാത് ഇടങ്ങളിലെ ചില രീതികളുണ്ട്. ആ രീതികൾ പാലിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ് വിഷയം. ഇവിടെ ഇപ്പോ നിയമസഭാ കക്ഷിയുടെ മാത്രം ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കില്ല തീരുമാനമെടുക്കുന്നത്. സാധാരണ നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ആക്കാം എന്നുള്ള നിലപാടുണ്ടെങ്കിലും അവിടെയും ഹൈക്കമാൻഡിന്റെ കണ്ടിട്ടുള്ള ഒരു കീഴ്വഴക്കം രാജസ്ഥാനിലും ഒക്കെ കണ്ടിട്ടുള്ളത്. അത് നോക്കാം, അവർ കേന്ദ്ര നിരീക്ഷകനെ അയക്കും. കേന്ദ്ര നിരീക്ഷകനെ അയച്ചിട്ട് MLA-മാരെ എല്ലാം കൂടെ ഒരുമിച്ചൊന്ന് കാണും. അത് കഴിഞ്ഞ് പ്രത്യേകം MLA-മാരെ കാണും. അതിൽ ഇദ്ദേഹത്തിന്റെ ചോയ്സാണോ അതോ ഹൈക്കമാൻഡിന്റെ ചോയ്സാണോ ഒരാളുടെ പേര് പറയും. അങ്ങനെയാണ് ഗെഹ്ലോട്ട് അവിടെ വന്ന്. അല്ല, അവിടെ രാജസ്ഥാനിൽ ഗെഹ്ലോട്ടിന് പിന്തുണ ഉണ്ടാകുന്നത് നിയമസഭാ കക്ഷിയുടെ പിന്തുണയാണ്. യഥാർത്ഥത്തിൽ വേറൊരു തീരുമാനമെടുക്കാൻ അവിടെ കേന്ദ്രത്തിനെ, ഹൈക്കമാൻഡിനെ പര്യാപ്തമാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വലിയ സമ്മർദ്ദ ഗ്രൂപ്പായി ഗെഹ്ലോട്ടിന്റെ MLA-മാർ മാറി എന്നുള്ളതാണ്. കമൽനാഥും അത് തന്നെയാണ് ചെയ്തത്. അപ്പോൾ വേറെ തരം നിസ്സഹായാവസ്ഥ അവിടെ ഉണ്ടാവുകയാണ്. കാരണം നിയമസഭാ കക്ഷിയിൽ പിളർപ്പുണ്ടാവുക എന്ന് പറയുന്നത് ഈ ഗെഹ്ലോട്ടിനെയും കമൽനാഥിനെയും പോലുള്ള ആളുകൾ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഒരു മറുവശത്ത് നിന്നാൽ അത് വലിയ പ്രതിസന്ധി ഉണ്ടാവും. അതാണ് അവിടുത്തെ ഒരു പ്രശ്നമായത്. കർണാടകയിൽ DK ശിവകുമാറിന് ബാക്കി എല്ലാ പിന്തുണയും, ഹൈക്കമാൻഡിന്റെ അടക്കം പിന്തുണയുള്ളപ്പോൾ നിയമസഭാ കക്ഷിയിലും ബാക്കിയുള്ള സാമുദായിക ഇടങ്ങളിലും സിദ്ധരാമയ്യയ്ക്കായിരുന്നു പിന്തുണ. അവിടെയാണ് DK ശിവകുമാറിന് ഉപമുഖ്യമന്ത്രിയായി മാറേണ്ടി വന്നത്. മറുവശത്ത് തെലങ്കാനയിലേക്ക് ചെന്നപ്പോൾ തെലങ്കാനയിൽ നിയമസഭാ കക്ഷിയിൽ പകുതിയിലധികം പേർ യഥാർത്ഥത്തിൽ രേവന്തിനോടൊപ്പം ആയിരുന്നില്ല. അവിടുത്തെ ബട്ടി വിക്രമാർക്ക എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനോടൊപ്പമായിരുന്നു. പുള്ളിയാണ് വലിയ കാൽനടയാത്രയൊക്കെ നടത്തിയത്. പക്ഷെ രേവന്ത് അവിടെ മാസിന്റെ ആളായിരുന്നു. രേവന്ത് ഇളക്കി മറിക്കാൻ പര്യാപ്തനായ ഒരാളായിരുന്നു. പക്ഷെ അവിടെ സാമുദായിക സമവാക്യങ്ങൾ, ബാക്കിയുള്ളത് ഹൈക്കമാൻഡിന്റെ താല്പര്യം, അതെല്ലാം ഇതിലേക്ക് വരുന്നു. ഒരു പകുതി എന്നുള്ള നിലയിലായതുകൊണ്ട് തന്നെ ബാക്കി ഇവരെയൊക്കെ പറഞ്ഞ് നിർത്താനുമൊക്കെ സാധിച്ചു എന്നുള്ളതാണ്. ഇവിടെയും നിയമസഭാ കക്ഷിയുടെ ഭൂരിപക്ഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. അതാണ് നിയമസഭാ കക്ഷിയിൽ ഒരു പിന്തുണയും ഇല്ലാത്ത ഒരാളിനെ എന്തായാലും ഹൈക്കമാൻഡും നിർദ്ദേശിക്കില്ലല്ലോ. തീർച്ചയായും. പക്ഷെ നിയമസഭാ കക്ഷിയിൽ പരിശോധിക്കുമ്പോൾ ഈ ജയിച്ചു വന്ന 64 പേരിൽ എത്ര പേർ BDയോടൊപ്പം എന്നുള്ള ഒരു ചോദ്യം പ്രസക്തമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്ന ഫണ്ട് റേസർ, അവർക്കുള്ള ഫണ്ടെല്ലാം കർണാടകത്തിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്ത ആളെന്ന് പറയുന്നത് KC. അല്ല, അത് KC ഈ തെരഞ്ഞെടുപ്പിന് ഇപ്പോൾ നമ്മൾ VD സതീശനെ കുറിച്ച് പറയുമ്പോൾ VD സതീശൻ പ്രവർത്തകർക്ക് ആത്മവീര്യം നൽകിയ നേതാവാണ്. നിരന്തരമായി പിണറായിയെ ആക്രമിക്കുന്നതിലൂടെ പിണറായിയെ തുറന്നു കാട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഇടപെടൽ നടത്തിയ ആളാണ്. പിന്നെ ഒരു വിഷനുള്ള നേതാവ് എന്നുള്ള ഒരു ധ്വനി ഉണ്ടാക്കിയെടുക്കുക. അപ്പോഴും എൻ്റെ ഒരു സംശയം, അവിടെ പിണറായി വിജയനെക്കുറിച്ച് പറയുന്ന ഏറ്റവും വലിയ കുറ്റം എന്ന് പറയുന്നത്, നമ്മളത് ചർച്ച ചെയ്തില്ല, ധാർഷ്ട്യം, അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യം.
ഇതേ ധാർഷ്ട്യമുള്ള ഒരാൾ തന്നെയല്ലേ വാസ്തവത്തിൽ? ആണാണ്. അല്ല, ഞാൻ അതിലേക്കാണ് വന്നത്. ഇപ്പോൾ ഈ പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവിന്റെ റോള് വളരെ ഭംഗിയായി നിർവഹിച്ച ഒരാളാണ്. പക്ഷേ സതീശന് പൊതുവേ ഉള്ള ഒരു വിഷയം ഇത് തന്നെയാണ്. പിണറായിയെ പോലെ തന്നെ ആയി പോകുമോ എന്ന് സംശയിക്കുന്ന നിഷ്പക്ഷരായിട്ടുള്ള ആളുകളുണ്ട്. പിണറായി വിജയൻ നമ്മൾ ഇപ്പൊ വി ഡി സതീശനെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് അണികൾ പറയുന്നത് അദ്ദേഹത്തോളം നല്ലൊരു നേതാവില്ല എന്നുള്ളതിലാണ്. പക്ഷേ അങ്ങനെയല്ല, ആക്സസിബിലിറ്റിയുടെ പ്രശ്നം ഭയങ്കരമായി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയ പോരായ്മ. അത് മാറ്റിയെടുക്കാൻ സതീശൻ ഈ 5 വർഷത്തിനിടയിൽ ശ്രമിച്ചിട്ടുമില്ല. അത് വ്യക്തം. അവിടെ ഈ ഒരു സൗമ്യതയുടെ മുഖമായി നിൽക്കുന്ന രമേശ് ചെന്നിത്തലയുണ്ട്. കോംപ്രമൈസ് അല്ല പുള്ളി അങ്ങനെയാണ്. വലുതായി അങ്ങനെ കടന്നാക്രമിച്ച് പോകുന്ന ഒരാളല്ല. പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ ലീഡർ പാർട്ടി വിട്ടുപോയപ്പോഴും ആ 9 വർഷക്കാലം കോൺഗ്രസിന്റെ ഏറ്റവും വലിയ അസ്തിത്വ പ്രശ്നം കേരളത്തിലെ കോൺഗ്രസ് നേരിട്ട ഒരു ഘട്ടമാണ്. അന്ന് KPCC പ്രസിഡന്റ് ആയിരുന്നു. എല്ലാവരെയും കൂട്ടിയിണക്കി കൊണ്ടുപോകാനൊക്കെ കഴിഞ്ഞു എന്നുള്ളത് രമേശ് ചെന്നിത്തലയുടെ ഒരു വലിയ ക്വാളിറ്റിയാണ്. രമേശ് ചെന്നിത്തല അങ്ങനെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളാണ്, സൗമ്യനാണ്. അപ്പുറത്ത് കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് ഡയലോഗുകളിൽ മാത്രമായിരുന്നില്ല. അണികൾക്ക് ആവേശം ഉണ്ടാവണമെങ്കിൽ ഇതും കൂടി വേണം, പൈസ വേണം. ആ പൈസ ആരിറക്കി? ഇവിടെ ഗ്രൗണ്ട് ആരൊരുക്കി? ആ ചോദ്യത്തിനെല്ലാം കെ സി വേണുഗോപാൽ എന്നതാണ് ഉത്തരം. DK ശിവകുമാറിനെ പോലെ അതെ, ഗ്രൗണ്ട് ഒരുക്കിയത് കെ സി വേണുഗോപാലാണ്. സർവേ മറ്റേ കനകോലുവിന്റെ ടീമിനെ കൊണ്ടുവന്ന് ഇവിടുത്തെ കളം എങ്ങനെയാണ് എന്ന് ബോധ്യപ്പെട്ടത് അതാണ്. പ്രതിപക്ഷ നേതാവിന്റെ റോൾ ചെയ്തു, സണ്ണി ജോസഫിന്റെ റോൾ ചെയ്തു, കെ സുധാകരന്റെ റോൾ ചെയ്തു. ഇവർ 3 പേരും അവരുടെ റോൾ ഭംഗിയായി നിർവഹിച്ചു എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത് വി ഡി സതീശൻ വേണ്ട, കെ സി വേണുഗോപാലാണ്. അല്ല, കെ സുധാകരൻ അത് തോന്നുമല്ലോ. കാരണം കെ സുധാകരൻ യഥാർത്ഥത്തിൽ നമ്മളിപ്പോ ഈ പാടെ ഈ മറ്റേ സാഹിബിനെ കാണുമ്പോൾ കവാത്ത് മറക്കുക എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് കോൺഗ്രസ്സുകാർക്കുള്ളത്. കഴിഞ്ഞ തവണ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാറി കെ സുധാകരൻ വരണമെന്ന് മുറവിളി കൂട്ടി കെ സുധാകരൻ വരുന്നു. കെ സുധാകരൻ വന്ന ഉടനെ പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള നടപടികൾ ചെയ്യുന്നു, സെമി കേഡറാക്കാൻ ശ്രമിക്കുന്നു, ഈ CUC-കൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. പാർട്ടി അങ്ങനെ ചലിക്കാൻ തുടങ്ങുന്നു. വീണ്ടും ആ സിസ്റ്റം ചലിപ്പിച്ചു തുടങ്ങുകയാണ്. സുധാകരൻ അല്ലാതെ ഞങ്ങൾക്ക് വേറൊരു നേതാവില്ല എന്നുള്ളൊരു തോന്നൽ വരുന്നു. പക്ഷേ പ്രതിപക്ഷ നേതാവും പാർട്ടി പ്രസിഡന്റും 2 ധ്രുവത്തിലേക്ക് എന്നുള്ള രീതി ഉണ്ടാകുന്നു. അത് ഉണ്ടാവുന്നതിന് തീർച്ചയായും ഒരു പേഴ്സണൽ ഈഗോ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കോൺഗ്രസ് ആയതുകൊണ്ട് കോൺഗ്രസിൽ പ്രതിപക്ഷ നേതാവ് തന്നെ അടുത്ത തവണ മുഖ്യമന്ത്രി ആവണമെന്നും ലീഡർ ആവണമെന്നൊന്നും ഇല്ല. അത് സതീശനും അറിയാം. അപ്പോൾ സ്വാഭാവികമായി അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവണം. ഇനി സുധാകരൻ എന്നേക്കാൾ മേലിലേക്ക് വളർന്നു കളയുമോ എന്നുള്ളത്, ഇനി സതീശൻ എന്റെ ജൂനിയറാണ് എന്നേക്കാൾ വലുതായി കളയുമോ എന്ന് സുധാകരൻ ചിന്തിച്ചു പോയോ എന്നറിയില്ല. എന്തായാലും രണ്ടുപേരും 2 ധ്രുവത്തിലായി. പ്രവീണെ, നമ്മൾ ഈ പത്രക്കാരുടെ ദൃഷ്ടി കൂടെ നോക്കുമ്പോൾ ഒരു പൊതു സദസ്സിലിരുന്നുകൊണ്ട് സതീശൻ വരാൻ താമസിച്ചു കഴിഞ്ഞപ്പോൾ ഈഗോയാണ് അവിടെ വർക്ക് ചെയ്തെന്ന്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് അവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹം എന്ത് മറ്റവൻ കൊള്ളത്തില്ല എന്ന് വരുത്തി തീർക്കാൻ ഇവൻ ശ്രമിക്കുന്നു എന്നുള്ളതിലേക്കാണ്. നമ്മൾ 2 സാധാരണ കടയിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ചെറിയ വ്യക്തിവിരോധത്തിന്റെ പോലത്തെ സാധനങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നു. ഈഗോ അത് തന്നെ, അത് വർക്കൗട്ട് ചെയ്യുന്നു. ഇനി മറ്റേയാള് നേതാവായി കളയുമോ, എന്നെക്കാളും വലിയ ആളാവോ, പാർട്ടി ഇങ്ങനെ ചലിച്ചു പോയാൽ, അല്ലെങ്കിൽ ഇനി അവൻ പാർട്ടിക്ക് അപ്പുറത്ത് ഇവ UDF മൊത്തത്തിൽ കൊണ്ടുപോവാണല്ലോ ഈ സതീശൻ എന്നുള്ള ചിന്ത സുധാകരൻ ഉണ്ടായിപ്പോയോ? എന്തായാലും 2 പേരും ആകുന്നു, കളം മാറി. അവിടെ പക്ഷെ സതീശൻ ചെയ്തതെന്താണ്? സതീശൻ വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ ലൈൻ എങ്ങനെ പിടിച്ചങ്ങ് പോയി. അത് ഈ സോഷ്യൽ മീഡിയ കാലമാണ്. മുസ്ലിം ലീഗിനെ പിടിച്ചോ? അല്ല, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന് അങ്ങനെ ഒരു ഏകപക്ഷീയമായ ഒരാളിലേക്ക് വിരൽ ചൂണ്ടുന്ന നിലപാട് ഉണ്ടാവുമെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു. ഇപ്പൊ തങ്ങളോട് ചോദിക്കുമ്പോൾ ജനവികാരം മാനിക്കണ്ടേന്ന് ചോദിച്ചാൽ തങ്ങൾ അങ്ങനെ ഉത്തരം പറയും. പക്ഷെ മുനവർ അലി തങ്ങൾ വളരെ കൃത്യമായ ഉത്തരം പറഞ്ഞു. മുനവർ അലി കുറച്ചും കൂടി ടോക്കറ്റീവായിട്ടുള്ള ആളാണ്. മുനവർ അലി പറഞ്ഞല്ലോ, അത് കോൺഗ്രസ് ആണ്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഇപ്പൊ സാദിഖ് അലി തങ്ങൾ മാറ്റി പറഞ്ഞിട്ടുണ്ട്. സാദിഖ് അലി തങ്ങൾ പറഞ്ഞത് പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിച്ചത് ഹൈക്കമാൻഡാണ്. അതുപോലെ ഇപ്പോഴത്തെ നേതാവിനെ ഹൈക്കമാൻഡ് ഇത് തന്നെ അന്ന് ഉത്തരം പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ ആ മാധ്യമപ്രവർത്തകൻ ചോദിച്ചത് ജനവികാരത്തിൽ മറ്റേ എക്സിറ്റ് പോളിൽ സതീശനാണല്ലോ. അത് ജനവികാരം മാനിക്കണമല്ലോ. അതെ, അതത്രയേ ഉള്ളൂ. അത് അല്ലാതെ കുഞ്ഞാലിക്കുട്ടിയൊക്കെ പോലുള്ള ഒരു പരിണതപ്രജ്ഞനായ ഒരു നേതാവ് അവരുടെ കൂടെ ഇരിക്കുമ്പോൾ ഇന്നയാളിലേക്ക് എന്നുള്ള രീതിയിലൊന്നും വിരൽ ചൂണ്ടില്ല ലീഗ്. ഇനി പറയുന്നെങ്കിൽ തന്നെ അതീവ രഹസ്യമായിട്ടായിരിക്കും അവർ ആ അഭിപ്രായം പറയുന്നത്. അത് അക്കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. പിന്നെ ലീഗിന് അനഭിമതരല്ല ഈ പറയുന്ന കെ സി വേണുഗോപാൽ ആയാലും രമേശ് ചെന്നിത്തല ആയാലും ഇപ്പൊ സതീശൻ എന്ന് പറയുന്നത് മറ്റു 2 പേരും അനഭിമതരല്ല. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ സതീശനേക്കാൾ
ഒരല്പം കൂടി എഡ്ജ് ലീഗിന്റെ ഉള്ളിൽ അവർക്ക് ഭരണപരമായി കാര്യങ്ങൾ സ്മൂത്തായി കൊണ്ടുപോകാൻ നല്ലത് മറ്റവരാണ് എന്നുള്ള ചിന്ത ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ കാഴ്ചപ്പാടാണ്. കാരണം സതീശൻ ആണെങ്കിൽ കുറച്ചും കൂടി ഒരു കടുംപിടുത്തക്കാരനായി മാറിയേക്കാം എന്നുള്ളത്. കാരണം സതീശൻ അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ ലീഗ് എന്നൊക്കെ പറഞ്ഞാൽ UDF ഭരണം എന്ന് പറയുമ്പോൾ ലീഗ് ഒക്കെ ഇങ്ങനെ അഴിഞ്ഞാടുന്ന ഒരു ഭരണമാണല്ലോ. അല്ല, അതൊരു സിസ്റ്റം അങ്ങനെയാണ്. അതിന് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ ആ അഴിഞ്ഞാട്ടത്തിനുള്ള അവസരം ഉണ്ടാവില്ല എന്നുള്ളതൊക്കെ ലീഗിനെ സംബന്ധിച്ചൊരു പ്രശ്നമാണ്. എന്നോട് ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ പറഞ്ഞ ഒരു ഫോർമുല പരിഹരിക്കാൻ ഈസി ആയിട്ടൊരു ഫോർമുല ഉണ്ടെന്നാണ്. ഇത് രമേശ് ചെന്നിത്തല സീനിയർ ആണല്ലോ, കേന്ദ്രത്തിൽ ഇവിടെ മന്ത്രിയായിട്ടിരുന്ന കുറേ കാലത്തെ പരിചയമുള്ള ആളാണ്. അദ്ദേഹത്തിനെ മുഖ്യമന്ത്രിയാക്കുക. സതീഷിന് ഇപ്പോൾ ആദ്യമായിട്ടല്ലേ മന്ത്രിയാവുന്നത്, അപ്പോൾ അദ്ദേഹത്തിന് ആഭ്യന്തരം കൊടുത്താലും തൃപ്തിപ്പെട്ടുള്ളൂ. അല്ല, സതീശനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത് പറയുമ്പോൾ അതൊരു ശരിയാണ്. സതീശനെ സംബന്ധിച്ചിടത്തോളം ഇനിയും സമയമുണ്ട്. ഈ സർക്കാർ നല്ലതായിരുന്നാൽ, ഈ സർക്കാരിലെ സതീശൻ വഹിക്കുന്ന വകുപ്പ് നല്ലതായിരുന്നാൽ, ഈ ഭരണം നല്ലതായിരുന്നാൽ, നമ്മൾ നേരത്തെ ഒക്കെ ചൂണ്ടിക്കാട്ടിയതുപോലെ CPM-ന്റെ തിരിച്ചുവരവെന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ട് നടക്കുന്ന കാര്യമൊന്നുമല്ല. ഇവിടെ ഒരു എബവ് 60% പോസിറ്റീവായി പിണറായി കഴിഞ്ഞാൽ വേറൊരു നേതാവുണ്ടോ? അതെ, അവിടെ തന്നെയാണ്. അല്ല, അതുകൊണ്ടാണ് എബവ് 60% നല്ല ഭരണമാണെങ്കിൽ, അത്ര ഇപ്പൊ 100% ഒന്നും പറയുന്നില്ല, 60% ജനകീയമായ ഇടപെടലുകളുമായി മുന്നോട്ട് പോകാൻ ഈ സർക്കാരിന് സാധിച്ചാൽ സതീശൻ അടുത്ത തവണ പുല്ലുപോലെ മുഖ്യമന്ത്രി ആവാൻ പറ്റും. പിന്നെ സതീശന്റെ ടേമാണ്. അല്ല, അത് ആരായാലും മുതിർന്ന മാധ്യമപ്രവർത്തകൻ ആരായാലും അദ്ദേഹത്തിന്റെ ചിന്ത കറക്റ്റാണ്. കാരണം രമേശ് ചെന്നിത്തലയ്ക്ക് ഇനി ഒരു ടൈമില്ല. രമേശ് ചെന്നിത്തലയെ നമ്മൾ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അങ്ങനെ ചവിട്ടി അരച്ച് കളയേണ്ട ഒരാളുമല്ല. അത് എന്തൊക്കെയായാലും ഇപ്പൊ ഒരു സത്യമുണ്ട്, കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സതീശനായിരുന്നു പ്രതിപക്ഷ നേതാവെങ്കിലും ജയിക്കില്ല. കാരണം അവിടെ പിണറായി വിജയൻ CPM രക്ഷകരായിരുന്നു. അല്ല, ആ സാഹചര്യം അങ്ങനെയാണ്. കോവിഡും മറ്റേ സംഗതികളും ഒക്കെ ആയിട്ട് വേറെ തരം വികാരമാണ്. അവിടെ പൊളിറ്റിക്സ് ഒന്നും വിഷയമായില്ല, വേറെ ഒരു ചിന്തയും ഉണ്ടായില്ല. കാരണം നമ്മൾ പ്രതിസന്ധിയിൽ നിൽക്കുന്നു, പ്രതിസന്ധിയിൽ നമ്മളെ കരകയറ്റിയത്. പക്ഷെ ആ അങ്ങനെ മാത്രമാണ് ചിന്തിച്ചത്. ഇനി ഞാൻ വേറൊരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. ഇപ്പൊ മൂന്നാമതൊരു ഭീകരം കൊണ്ടുണ്ടല്ലോ, നമ്മൾ നേരത്തെ പരാമർശിച്ചു. ഇപ്പം ഇതെല്ലാം കൂടെ കഴിഞ്ഞു, ഞാനാവെന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കുന്നു. അപ്പുറത്തൊന്ന് മണ്ണും ചാരി നിന്നും പെണ്ണും കൊണ്ട് പോയെന്ന് പറയുന്ന പോലെ കേന്ദ്രം പറയുന്നു KC വേണുഗോപാലിനെ ആക്കാൻ പറഞ്ഞാൽ അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടാവും, ഒരു ക്രൈസിസ് ഉണ്ടാവുമോ? അല്ല, അത് KC വേണുഗോപാൽ എന്ന് പറയുന്നതും അങ്ങനെ തീരുമാനിച്ചാൽ തീരുമാനം തന്നെയാണ്. 2 തെരഞ്ഞെടുപ്പുകൾ വേണ്ടി വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ പ്രശ്നം. 2 തെരഞ്ഞെടുപ്പ് വേണം. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പ് വേണം. ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പും വേണ്ടി വരും 6 മാസം കഴിയുമ്പോൾ. ഞാൻ നേതാക്കളെല്ലാം അടുത്തറിയുന്ന ആളെന്നുള്ള നിലയിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, വാസ്തവത്തിൽ നന്നായിട്ട് ഭരിക്കാനും തൻ്റെ അടുത്തോടെ ഭരിക്കാനും കഴിവുള്ളത് വാസ്തവത്തിൽ K. മുരളീധരനായിരുന്നില്ല ഇവരെക്കാളും ഒക്കെ? അല്ല, പക്ഷേ ഈ പറഞ്ഞതുപോലെ K. മുരളീധരൻ ക്വാളിറ്റിയുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ആളാണ്, അഗ്രസീവാണ്. പക്ഷേ ഈ പറയുന്നത് പോലെ മിതമായി നിൽക്കേണ്ടടുത്ത് മിതമായി നിൽക്കാനും അഗ്രസീവ് ആവേണ്ടടുത്ത് അഗ്രസീവ് ആവാനും ഒക്കെ കഴിവുള്ള ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഗ്രാഫിന് ഉണ്ടായ ഇടിവുണ്ട്. അത് അല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. പിന്നെ നമ്മൾ ഇപ്പോൾ ഇതൊക്കെ പറയുമ്പോഴും അവിടെ മത്സരിക്കുന്നു, ഇവിടെ മത്സരിക്കുന്നു, ജയിക്കുന്നു, തോക്കുന്നു, ഇങ്ങനെ അത് തന്നെ ഒരു ക്രിക്കറ്റ് പറയുന്ന ഒരു കൺസിസ്റ്റൻസിയുടെ പ്രശ്നമുണ്ട്. അതാണ് അദ്ദേഹത്തിനുണ്ടായ ഏറ്റവും വലിയ പാളിച്ച. അദ്ദേഹം ഈ പറയുന്ന ഇതൊക്കെ പറയുമ്പോഴും ഇതെല്ലാം ഒന്നും അങ്ങനെ ഏറ്റെടുക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അല്ല, പാർട്ടി പറഞ്ഞു ഞാൻ ഏറ്റെടുക്കും, തോപ്പിച്ചതല്ലേ? അതെ, ശൈലജ ടീച്ചറെ പേരാവൂരിലിട്ട് തോപ്പിച്ചതല്ലേ? വടകരയിൽ നിന്ന് അപ്പുറത്തേക്ക് മാറ്റിയത്. അല്ല, അത് അദ്ദേഹത്തിന് തന്നെ വടകര മത്സരിച്ചിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കില്ലായിരുന്നു. കോൺഗ്രസ് രാഷ്ട്രീയത്തിന് ഒരു ചുക്ക് സംഭവിക്കാനില്ല. കാരണം ഷാഫി പറമ്പിൽ ഇത്തവണയും പാലക്കാട് നിന്ന് ജയിക്കുമായിരുന്നു, ഇവിടെ മന്ത്രിയാവുമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഇതേപോലെ കത്തി നിൽക്കില്ലായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാവി എന്തായിരിക്കും? അല്ല, അത് തീർന്നോ? ഈ പറഞ്ഞതുപോലെ കുറച്ചുകൂടിയൊക്കെ കഴിയുമ്പോൾ ഒരു അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും അതിങ്ങനെ തന്നെ പോകാനുള്ള ഒരു സാധ്യതയാണ്. അതിനൊക്കെ ഇതിന്റെയൊക്കെ ഒരു അലയൊലികൾ കെട്ടടങ്ങിയിട്ട് മാത്രമേ ഒരു സംഗതി ഉണ്ടായി. ഇനിയിപ്പോ ഈ പറഞ്ഞതുപോലെ അതിൽ അങ്ങനെ പിടിച്ചു തൂങ്ങി ആടാനൊന്നും അധികം ആളുകൾ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. കാരണം CPM എങ്ങാനും ഇത് പ്രതിപക്ഷത്തിരുന്നിട്ട് ചെയ്യണോ? ഇതൊക്കെ ആര് ചെയ്യാനെന്നുള്ളതാണല്ലോ ഒരു പ്രശ്നം. അതെ, പ്രതിസ്പർദ്ധയിലേക്ക് പോകുന്നത് വരെ. പക്ഷേ UDF-നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പറഞ്ഞ മന്ത്രി, മുഖ്യമന്ത്രി എന്നുള്ളതിന്റെ അപ്പുറത്ത് ഭരണത്തിൽ വന്നാൽ നേരിടാൻ പോകുന്ന വലിയ വെല്ലുവിളികൾ, ഭരണപരമായ വെല്ലുവിളി. ഈ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറയുന്നത് നടപ്പിലാക്കിയില്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ പോകുന്ന വലിയ
പ്രശ്നമുണ്ട്. ഇന്ദിരാ ആവാസ് യോജനയാണോ തൊഴിലുറപ്പ്? അല്ല, ഇന്ദിരാ ഗ്യാരണ്ടി 5 കാര്യങ്ങൾ പ്രകടന പത്രികയിലെ കാര്യം. പ്രകടന പത്രിക അല്ലത്. ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറയുന്നത് പ്രകടന പത്രികയല്ല. പ്രകടന പത്രികയാണെങ്കിൽ വേണ്ടാന്ന് വയ്ക്കാം. ഇത് അല്ലാതെ പ്രകടന പത്രികയിൽ അല്ലാതെ ജനങ്ങൾക്ക് നൽകിയ 5 ഉറപ്പുകളാണ്, ഗ്യാരണ്ടികളാണ്. അത് ഒന്ന് ഈ പറയുന്ന ബസ് യാത്ര സൗജന്യം, 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് എങ്ങനെ കൊടുക്കും എല്ലാ കുടുംബത്തിനും? അങ്ങനെ എങ്ങനെ പ്രാക്ടിക്കലാവും? ഹിമാചൽ പ്രദേശും അതുപോലെ തന്നെ കർണാടകയിൽ നടപ്പാക്കി ക്രൈസിസിലായി. എല്ലായിടത്തും ക്രൈസിസ് ആണ്. സർക്കാർ ജീവനക്കാർക്ക് ഇപ്പൊ ഈ കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പൈസ കൊടുക്കുമെന്ന് പറയുന്നത് അതൊക്കെ ചെറിയ കാര്യമല്ലെന്നേ. അത് എങ്ങനെ? ഒന്നാമത് പൈസ ഇല്ല. വേണുഗോപാലിന്റെ ഫണ്ട് കൊണ്ടൊന്നും അത് നടക്കാൻ പോകുന്നില്ല. അത് എങ്ങനെ ചെയ്യാൻ പറ്റില്ല. അത് ഇലക്ഷൻ ഇപ്പൊ 1 കോടി രൂപ ഒരു ഇത് കൊടുക്കാൻ 140 കോടി രൂപയാവുള്ളൂ. 140 മണ്ഡലങ്ങളിൽ കൊടുത്താലും വലിയൊരു പ്രശ്നമാണത്. അല്ല, ഇത് അതേപോലെ അല്ലല്ലോ. ഇത് ദിവസം ബസ് യാത്രയ്ക്ക് സ്ത്രീകൾക്ക് സൗജന്യമായാൽ KSRTCക്ക് അത് റീഇംബേഴ്സ്മെന്റ് കൊടുക്കണ്ടേ? ഒന്നാമത് നഷ്ടത്തിലാണ്. ഇപ്പോ വല്ല വിധേനയും ഒരു ഇതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. കേന്ദ്രം കനിയണം, അതുണ്ടാവുമെന്ന് വിചാരിക്കാം. അങ്ങനത്തെ ഒരു നീക്കമൊന്നും ഉണ്ടാവില്ല. കേന്ദ്രം അങ്ങനെ ഇപ്പൊ ഇവരുടെ ഗ്യാരണ്ടി നടപ്പിലാക്കാൻ കേന്ദ്രം പൈസ കൊടുക്കുമോ? അത് കൊടുക്കില്ലല്ലോ. അതെന്തായാലും നടക്കില്ല. അപ്പോ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ മറ്റേ പ്രതിസന്ധി പരിഹരിച്ചിട്ട് അങ്ങോട്ട് എത്തുമ്പോൾ അതിനേക്കാൾ വലിയ പ്രതിസന്ധിയാണ്. അപ്പോൾ പ്രതിസന്ധികളുടെ ടൈം ആയിരിക്കുന്നു. നടക്കാൻ പോകുന്ന കാര്യം എന്നാൽ സ്ത്രീകൾ ബസ്സിനകത്ത് കയറും, ടിക്കറ്റ് എടുക്കത്തില്ല. അവിടെ കണ്ടക്ടറുമായിട്ടൊരു ക്ലാഷ് സ്ത്രീകളുമായിട്ടുണ്ടാവും. ഗതാഗത മന്ത്രിക്ക് തലവേദനയായി.